7 ദിവസമായി ഇതുവരെ പറ്റിയ ഒരാൾ വന്നില്ലല്ലോ. ദൂരസ്ഥലങ്ങളിലും കൊട്ടി അറിയിക്കേണ്ടതായിരുന്നു. പാണ്ഡിത്യമുള്ളവർക്ക് ആയുധവിദ്യ ഉണ്ടാവില്ല, അഭ്യാസികൾക്ക് അറിവ് കുറവ്. രണ്ടും ചേർന്നവരെ കിട്ടാനാ പ്രയാസം. മത്സരം കാണാലോ, അതൊരു രസം. എന്ത് മത്സരം? എന്താ നോക്കുന്നോ? നിയമപ്രകാരം ആർക്കും ഒരു കൈ നോക്കാം. പക്ഷെ ചള്ളി ചരക്കന്മാരും ഇതുവരെ ധൈര്യപ്പെട്ടിട്ടില്ല. അന്യനാട്ടിൽ നിന്നാവും. മന്ത്രി മരിച്ചാൽ മന്ത്രികുമാരനെ വാഴിക്കുന്ന പതിവ് രാജാവ് നിർത്തി. അതിന് മുമ്പ് ചില കാരണങ്ങൾ ഉണ്ടായെന്ന് വെച്ചോളൂ. അറിവും അഭ്യാസ പോലെ ഒത്തവരെ തിരഞ്ഞെടുത്ത് മന്ത്രിയായി നിയമിക്കും. അതാണ് പുതിയ വ്യവസ്ഥ. എന്താ മത്സരിക്കണമെന്നുണ്ടോ? വ്യവസ്ഥകൾ കുറെ കഠിനമായി പോയെന്നാണ് ജനസംസാരം. അങ്ങനെ വേണം. മന്ത്രിസ്ഥാനം കിട്ടാൻ ഇവിടെ തന്നെ എത്ര പേർ സേവയും ശുപാർശയുമായി നടക്കുന്നു. പരീക്ഷകൾ വെച്ചില്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ സ്ഥിതി എന്താവും? ഉപചാപം, ഗൂഢാലോചന, ശുപാർശ. 100 പേർ ഇതിനകം തോറ്റുപോയി. ഇനി ആരും വരുന്ന മട്ടില്ല. വരുന്നു തേജസ്വിയായ ഒരു യുവാവ്. മത്സരിക്കാനുള്ള ദൃഢനിശ്ചയം മുഖത്ത്. പ്രായം കണ്ടാരും തെറ്റിദ്ധരിക്കണ്ട. ഉറച്ച കാൽവെപ്പിൽ ധൈര്യം, നോട്ടത്തിൽ പക്വത. അടിയനും ഒരപേക്ഷകനാണ്. മധുരസ്വരം. അഭ്യാസ പരീക്ഷകൾ കുറച്ച് അപകടമേറിയതാണ്, ആളുകൾ പറഞ്ഞില്ലേ? സേനാപതിയെ വിളിക്കൂ. ചെറുപ്പം. കുതിരസവാരി ആവുമ്പോൾ പിന്മാറാനാണ് സാധ്യത. അഞ്ചും
ഇതിന്റെ പുറത്തു കയറി ഒരു വട്ടം സവാരി ചെയ്യണമെന്നാണ് വ്യവസ്ഥ. പറഞ്ഞില്ലെന്ന് വേണ്ട, കുതിര അപകടകാരിയാണ്. കൈയും കാലും ഒടിഞ്ഞ 4 പേരെ ഇതിനകം പുറത്തേക്ക് ചുമന്നുകൊണ്ട് പോകേണ്ടി വന്നു. ഭയം തോന്നുന്നെങ്കിൽ ശ്രമിക്കരുത്. നോക്ക്, കഷ്ടകാലത്തിന് ഞാനിവിടെ വന്നു പെട്ടു. നിന്നെ കീഴടക്കാൻ എനിക്കാവില്ല. നീ എന്നെ സഹായിക്കാതെ പറ്റില്ല. എന്നെ നിനക്ക് വീഴ്ത്താം, ചവിട്ടിക്കൊല്ലാം. ഞാനൊരു പാവാണ്. ഇങ്ങനൊരു വേഷം കെട്ടേണ്ടി വന്നു. അരുത്, നീ തോൽക്കുന്നില്ല. എന്നോട് ദയ കാണിക്കുന്നു എന്ന് മാത്രം. അരുത്. ചതുരംഗത്തിലെ അതിവിദഗ്ധനെ നല്ല രാജ്യതന്ത്രജ്ഞനാകാൻ കഴിയൂ. ക്ഷമിക്കണം, എനിക്ക് തെറ്റി. ഉദ്ദേശിച്ച നീക്കം ഇതല്ല. സമം. ശരിയാണ്, ആർക്കും അടിയറവില്ല. സമാസമം. വരുന്നവരോട് ചോദ്യങ്ങൾ ചോദിച്ച് എന്റെ തൊണ്ടയടച്ചു. ഇനി ചോദ്യോത്തരങ്ങളില്ല. ഈ കളിയായിരുന്നു ഏറ്റവും വലിയ പരീക്ഷ. ഞാൻ നിയമം മാറ്റി നോക്കുന്നു, നീതി വ്യവസ്ഥ മാറ്റി നോക്കുന്നു,
ബോധവൽക്കരണത്തിന് ശ്രമിക്കുന്നു. പാർമനദീസ് പണ്ട് പറഞ്ഞതായിരിക്കാം ശരി. അതെ, അതാണ് ശരി. എന്ത് ശരി? രാജാവ് പറഞ്ഞത് കൊണ്ട് മുഖസ്തുതിക്കായ ഒരു ശരി. പാർമനദീസ് ആരാണ്, എന്താണ് പറഞ്ഞത്? ഒന്നും അറിയാതെ ഒരു ശരി. മാറ്റങ്ങളെല്ലാം മായയാണെന്ന് അദ്ദേഹം പറഞ്ഞു. മഹാനായ ഗ്രീക്ക് ചിന്തകൻ. പേര്? സമീർ. എന്നെ തോൽപ്പിക്കാൻ അവസരമുണ്ടായിട്ടും കളി മാറ്റിയത് എന്തിനായിരുന്നു? ഒരു യുദ്ധത്തിലെ തോൽവി അങ്ങ് മറക്കും, ഒരു കളിയിലെ തോൽവി കയ്പായി മനസ്സിൽ നിൽക്കും എന്നെനിക്ക് ബോധ്യമായതുകൊണ്ട്. ഇന്നുവരെ എന്നെ ആരും തോൽപ്പിച്ചിട്ടില്ല. എനിക്ക് ചില നീക്കങ്ങൾ ഇനിയും പഠിക്കാനുണ്ടെന്ന് ഇന്ന് മനസ്സിലായി. നമുക്ക് ഇടയ്ക്കൊക്കെ കളിക്കണം. നാട് മുഴുവൻ വിളംബരം നടത്തട്ടെ. ഈ യുവാവിനെ നാമിത നമ്മുടെ മഹാരാജ്യത്തെ മന്ത്രിയായി അവരോധിക്കുന്നു. മഹാരാജാവിന്റെ അനുമതിയോടെ ഞാൻ ചില ഭരണപരിഷ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നു. നിങ്ങളുടെ എല്ലാം സഹായത്തോടെ നമുക്ക് ഈ നാടിന്റെ ഐശ്വര്യവും സൽപ്പേരും വർദ്ധിപ്പിക്കണം. എല്ലാ നാൾക്കൂട്ട കവലകളിലും വഴിയമ്പലങ്ങളും തണ്ണീർ പന്തലുകളും പണിയണം. വിശന്നും ദാഹിച്ചും ഒരാളും ദിൽബാർ രാജ്യത്തിലൂടെ കടന്നു പോവാൻ പാടില്ല. വരൾച്ച ബാധിച്ച സ്ഥലങ്ങളുടെ കണക്കെടുത്ത് അവിടെ ജലാശയങ്ങൾ നിർമ്മിക്കണം. ആ ഉത്തരവാദിത്വം ഞാൻ സേനാപതി ഏൽപ്പിക്കുന്നു. കിണറുണ്ടാക്കുന്ന പണിയോ പട്ടാളക്കാർക്ക്? അവരുടെ വീര്യം കെടുത്തണമെന്നാണോ മന്ത്രി പറയുന്നത്? യുദ്ധം നിത്യത്തൊഴിലല്ലോ. യുദ്ധമില്ലാത്തപ്പോൾ നാട്ടിനു വേണ്ടി ദേഹാധ്വാനം. മടി പിടിച്ചിരിക്കുന്നവർക്ക് ഒരായാസം ഉണ്ടാവട്ടെ. തണൽ മരങ്ങളുടെ കാര്യം അത് ഗ്രാമമുഖ്യരെ വിളിച്ചു കൂട്ടുമ്പോ പറയാം. ശമ്പളക്കയറ്റവും പിന്നെ മതി. ഇനി എനിക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഉദ്യോഗസ്ഥ പ്രമുഖരോട് സംസാരിക്കാനുണ്ട്. അലസരുടെ ഒരു കൂട്ടം തർക്കിച്ചും വാദിച്ചും തളർന്നുപോയി. കേട്ടു കുറച്ചൊക്കെ. അവരെ കൊണ്ട് ശരിക്ക് പണിയെടുപ്പിക്കണമെന്ന് മഹാരാജാവ് സ്വകാര്യം പറഞ്ഞു. കർക്കശനാവാൻ അദ്ദേഹത്തിന് ഒരിക്കലും കഴിയില്ല. ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. നല്ല ചേർച്ച. അയ്യോ, ഞാൻ എന്തോ ഓർത്ത് അറിയാതെ. രാജകുമാരി ക്ഷമിക്കണം. മന്ത്രി വളരെ ചെറുപ്പമാണെങ്കിലും അസാമാന്യമായ വിവേകം, നയം. ആശ്വാസമായി. എന്റെ കാലശേഷവും ഈ രാജ്യം ശ്രേയസ്സോടെ നിലനിൽക്കും. രാജകുടുംബവും അനുയോജ്യനായ വരനു വേണ്ടിയുള്ള അന്വേഷണവും അവസാനിപ്പിക്കാം. ശരിയാണ്. അനുയോജ്യൻ, അനുഗുണൻ, അനുരൂപൻ. അതും ഒന്ന് സൂചിപ്പിച്ചാൽ. ഭരണപരിഷ്കാരങ്ങൾ മുഴുവൻ നടപ്പിൽ വരുത്തി കഴിയട്ടെ. ഇപ്പോഴേ തിരക്ക് കൂട്ടുന്നത് ശരിയല്ലല്ലോ.